Hello dear students, welcome back to EduValley 2.0. നമ്മളെ മുന്നിലുള്ള ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് +2 ഫെയിൽഡ് ആയ കുട്ടികൾക്കുള്ള സേ എക്സാമിനേഷൻ ആണ്. ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ 12-ാം തീയതി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും സേ എക്സാമിനേഷൻ. സേ എക്സാം എഴുതുന്നത് ഈ ഒരു വർഷം തന്നെ ഫെയിൽഡ് ആയ കുട്ടികൾ, മാർച്ചിൽ എക്സാം എഴുതി ഫെയിൽഡ് ആയ കുട്ടികൾക്ക് ഈ വർഷം തന്നെ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാ ഫീൽഡായ കുട്ടികൾ, ഇപ്പോൾ ഒരു സബ്ജക്റ്റിലായിക്കോട്ടെ, 2 വിഷയത്തിലായിക്കോട്ടെ, 3, 4, 5 വിഷയങ്ങളിൽ ഫീൽഡായ കുട്ടികളുണ്ട്. ആരായാൽ പോലും നിങ്ങൾക്ക് ഈ വർഷം തന്നെ പാസ് ഔട്ട് നടത്തി നിങ്ങൾക്ക് അഡ്മിഷൻ നടത്താനും കോളേജുകളിലെല്ലാം അഡ്മിഷൻ നടക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ആണ് ഈ ഒരു സേ എക്സാം ബാച്ച് എന്ന് പറയുന്നത്. എങ്ങനെ പോയാലും ഈ സേ എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻസ് ഒക്കെ കിട്ടും കോളേജുകളിൽ. കാരണം എക്സാം കഴിഞ്ഞാൽ മാക്സിമം 1 മന്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ജൂൺ 20 നമ്മൾ എക്സാം കഴിഞ്ഞ് ജൂലൈ 20, ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് എന്തുണ്ടാവും? അപ്പൊ ആ ഒരു മാസം ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എങ്ങനെയും റിസൾട്ട് വരും. ദെൻ ആ റിസൾട്ട് വന്ന് നമുക്ക് കോളേജിൽ അഡ്മിഷൻ ഓഗസ്റ്റിലൊക്കെയാണ് ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പല സ്ഥലങ്ങളിലും. അപ്പൊ സേ എക്സാം കൊണ്ട് വല്ല ഗുണമുണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഗുണമുണ്ട്. ഇനി അടുത്ത മാർച്ചിൽ എഴുതുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായില്ല എങ്കിൽ പിന്നീട് ഓരോ വർഷം നിങ്ങൾ കാത്തിരിക്കണം +2 പാസ്സാവാൻ. 10th റിസൾട്ട് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എവിടെയും എത്താനായിട്ട് സാധിക്കില്ല. സോ സേ എക്സാമിന് നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. നമ്മുടെ സേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 12-നാണ്. കൊമേഴ്സ് സ്ട്രീമിലെ സബ്ജക്റ്റുകളാണ് മിസ് ചെയ്തിരിക്കുന്നത്. കൊമേഴ്സ് കുട്ടികളോടാണ്. 12-ാം തീയതി ബിസിനസ് സ്റ്റഡീസ് ആണ്. 13-ാം തീയതി 2 പരീക്ഷ ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് അക്കൗണ്ടൻസി. ഇംഗ്ലീഷും അക്കൗണ്ടൻസിയും എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 14-ാം തീയതി മാത്സ്, 19-ാം തീയതി എക്കണോമിക്സ്, 20-ാം തീയതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ EduValley എന്ന് പറഞ്ഞാൽ EduValley 2.0 അതുപോലെ EduValley സയൻസ് ബാച്ച് വരും. സേ എക്സാം ബാച്ച് 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 12-നാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒഫീഷ്യലി തുടങ്ങിയത്. ഇപ്പോൾ അതാ ഇന്നത്തെ ദിവസം മെയ് 17th ആണ്. നമുക്കൊരു 4-5 ദിവസമായി ക്ലാസ്. അപ്പൊ ഈ 17th നമുക്ക് വെറും 5 ക്ലാസ്സസ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും ഫസ്റ്റത്തെ 2-3 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവാം അല്ലെ. അതായത് നിങ്ങളിപ്പോ ചില സ്റ്റുഡൻസിന് പഠിക്കാത്തതുകൊണ്ടാവാം ട്യൂഷനൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇനിയും നിങ്ങൾ ലാഗ് ചെയ്ത് സമയം കളയരുത്. നമ്മുടെയൊക്കെ മുന്നിലെ 5 വിഷയത്തിൽ ഫെയിൽഡ് ആയ കുട്ടികൾ പോലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സേ ബാച്ചിന്റെ ആ ഒരു സക്സസ് കാരണമാണ് നമ്മൾ ഈ ഒരു വർഷത്ത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് കുട്ടികൾ സേ എക്സാമിൽ റിസൾട്ട് വന്നിട്ട് അവരുടെ പാരൻസ് ഒക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല റിസൾട്ട് ആയിരുന്നു നമ്മൾ ജോയിൻ ചെയ്തതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചേരാത്ത കുട്ടികളുണ്ട് എങ്കിൽ ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ചേരാം. ഓക്കെ, നമ്മൾ ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ എന്ത് വെച്ചാൽ ലൈവ് ക്ലാസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലൈവ് ക്ലാസ് നമ്മൾ പേയ്മെന്റ് നൽകി അഡ്മിറ്റഡ് ആയ കുട്ടികളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അവർക്കാണ് നമ്മൾ ആ ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കുള്ളൂ. ലൈവ് സ്ട്രീം വഴിയാണ് നമ്മുടെ ക്ലാസ്. യൂട്യൂബ് ലൈവ് സ്ട്രീം തന്നെയാണ്, പ്രൈവറ്റ് ലിങ്കാണ് ഇടുന്നത്, പബ്ലിക് ആയിട്ടല്ല. ആർക്കും തന്നെ വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ആ ഒരു ലിങ്ക് വഴി നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സപ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ചേരാം. നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബോത്ത് CAയും AFSും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മളത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ ഇന്നതാ തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാത്രം ഫെയിൽഡ് ആയ കുട്ടികൾക്കും ഈ ഒരു ക്ലാസ് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ എമൗണ്ട് വരുന്നത് പെർ 1000 rupees ആണ് പെർ സബ്ജക്റ്റ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ്. ഓരോ പാഠത്തിൽ നിന്നും പലരും പല കുട്ടികളാണ് അല്ലേ. ചിലർക്ക് ഓരോ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ചാപ്റ്റർ വൈസിൽ ഇമ്പോർട്ടൻസ്, അതായത് ഒരു പാഠത്തിൽ നിങ്ങൾ 100% ഇത് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെയാണ് ഞാൻ മിസ് പറയാം. ഒരു പാഠത്തിൽ നിന്ന് ഇത്ര പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എടുത്തുതരും. എക്സാം ഓറിയന്റഡ് ആയ ടോപ്പിക്ക് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇല്ല സമയം കളഞ്ഞിട്ട് കണ്ണി കണ്ടത് കളിച്ച കാര്യം നമ്മൾ പഠിപ്പിക്കില്ല. ലൈവ് ക്ലാസ്സസ് ആണ്. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പേഴ്സണലി മെസ്സേജ് അയച്ച് ഡൗട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി ചെയ്യും. എന്നാൽ ലാസ്റ്റത്തെ എക്സാമിൻ്റെ ഒരു വീക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഈ റിവിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. 10 ദിവസം കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ആ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾ ഫെയിൽഡ് ആയി എന്ന് പറഞ്ഞ് നിങ്ങളെ നെഗറ്റീവ് കമൻസിലേക്കാൾ നല്ലത് നമ്മൾ ഇതുപോലെ പഠിപ്പിച്ച് തരാം. ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചേർന്നുള്ള കുട്ടികൾക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൊമേഴ്സ് സെക്ഷനിൽ ഈ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക 7907664613. ഓക്കെ, അപ്പോൾ ടൈം കളയാതെ ഈ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ 4 ദിവസം നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു അലേർട്ട് തന്നതാണ്, ഒരാഴ്ചക്കുള്ളിൽ ചേരുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ദിവസം പോകില്ല. മിസ് പറയാറ് ഒരു ദിവസം പഠിപ്പിക്കുന്നത് എന്താണോ അത് അന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റിവിഷൻ ആയിട്ട് ഇത് കണ്ണിൽ കാണാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.